സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA സർക്കാർ വർദ്ധിപ്പിച്ച ആശ്വാസത്തിലാണ് ജീവനക്കാർ. ഈ മാസം തന്നെ ശമ്പളത്തോടൊപ്പം കിട്ടുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും കിട്ടിത്തന്നെ അറിയണമെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. എട്ടാം ശമ്പള കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയതിനു പിന്നാലെ ഔദ്യോഗിക വെബ്സൈറ്റിനും തുടക്കമിട്ടിരുന്നു. മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകൾ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പ്രതികരണം അറിയിക്കാൻ വെബ്സൈറ്റിൽ സൗകര്യവുമൊരുക്കി. ചോദ്യാവലിക്ക് മറുപടി പറയും പോലെ പ്രതികരണവും അറിയിക്കാം. ഇനി ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടത് കുടിശ്ശിക സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അതോടൊപ്പം കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കുക എന്നായിരിക്കും എന്നതുമാണ്. 2025 ജനുവരിയിലാണ് എട്ടാം ശമ്പള കമ്മീഷൻ സർക്കാർ പ്രഖ്യാപിച്ചത്. നവംബറിൽ അതിന്റെ വിജ്ഞാപനവും ഇറക്കി. ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ ഡിസംബർ 31 അവസാനിച്ചു. സ്വാഭാവികമായും ജനുവരി 1 മുതൽ എട്ടാം ശമ്പള കമ്മീഷന്റെ കാലാവധിയും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു. എട്ടാം ശമ്പള കമ്മീഷൻ പഠനം ആരംഭിച്ചെങ്കിലും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 വർഷം കഴിയുമെന്നാണ് കരുതുന്നത്. 18 മാസം വരെ കേന്ദ്ര സർക്കാർ കമ്മീഷന് സമയം അനുവദിച്ചിട്ടുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്ന് നിശ്ചയിക്കാനും മുൻകാല പ്രാബല്യത്തോടെ ശമ്പള വർധനവ് വരുമോ എന്നീ 2 കാര്യങ്ങളൊക്കെ സർക്കാർ ജീവനക്കാർ ഉറ്റുനോക്കുന്നതാണ്. പുതിയ ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടറായി 2.0 നിശ്ചയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രഖ്യാപിച്ചേക്കാം. നിലവിൽ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് എത്ര രൂപയാണ് ശമ്പള വർധനവിന് ശേഷം ലഭിക്കുക എന്ന് പരിശോധിച്ചാണ് കുടിശ്ശിക തീരുമാനിക്കുന്നത്. ആ തുക മാസവുമായി ഗുണനം ചെയ്താൽ കുടിശ്ശിക അറിയാം. അത്രയും തുക ജീവനക്കാർക്ക് അക്കൗണ്ടിൽ എത്തുകയോ പെൻഷൻ ഫണ്ടിലേക്ക് ലയിപ്പിക്കുകയോ ചെയ്യും. 1 മുതൽ 5 വരെ ലെവലിലുള്ള ജീവനക്കാരാണ് കൂടുതലും. ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയ വേളയിൽ ലെവൽ 1 ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 18,000 രൂപയായിരുന്നു. ലെവൽ 2 ജീവനക്കാർക്ക് ശമ്പളം 19,900 രൂപയും ലെവൽ 3 ജീവനക്കാരുടെ ശമ്പളം 21,700 രൂപയും ലെവൽ 4 ജീവനക്കാരുടെ ശമ്പളം 25,500 രൂപയും ലെവൽ 5 ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 29,200 രൂപ എന്നിങ്ങനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.